ഹലോ റിപ്പീറ്റേഴ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റുമായിട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകളും കോളുകളൊക്കെ വന്നിട്ടുള്ളത് റിപ്പീറ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. കേരളത്തിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ പറയാനുള്ളത് ഒരേ കാര്യമാണ്. സാറേ, പ്രിപ്പറേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല, ഔട്ട് ഓഫ് ട്രാക്ക് ആയി പോയിട്ടുണ്ട്. തുടക്കത്തിലെടുത്ത പല ചാപ്റ്ററുകളും പൂർണ്ണമായി തന്നെ മറന്നുപോയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ റിവിഷൻ ചെയ്യാൻ വിട്ടുപോയി. ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ ഏകദേശം തീർന്ന് റിവിഷൻ്റെ സമയമായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. പലർക്കും എന്തെങ്കിലുമൊക്കെ അറിയാം, പക്ഷേ വ്യക്തമായിട്ട് ഓരോ ചാപ്റ്ററുകളുടെയും ഒരു ധാരണയോ ഇല്ല. ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇതിൻ്റെ കാരണങ്ങൾ പലതാവും. ഒന്നുകിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റുകളും പഠിക്കേണ്ട പ്രോപ്പറായ രീതികൾ നമുക്ക് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഇടവേളകളിലുള്ള റിവിഷൻ വിട്ടുപോയത് കൊണ്ടോ, പല കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. പക്ഷേ കാരണങ്ങൾ ഓർത്തിരിക്കാൻ ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത 4 മാസത്തിൽ ഇതെല്ലാം സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതേ മക്കളെ, നിങ്ങളുടെ റിപ്പീറ്റ് കയ്യിന്ന് പോവും എന്നൊരു പേടിയിൽ നിങ്ങൾ നിരാലംബരായി നിസ്സഹായരായി നിൽക്കുകയാണെങ്കിൽ, നിങ്ങളെ പോലത്തെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എജുപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ബാച്ചാണ് യോധ 700+ എക്സ്റ്റെൻഡഡ് നീറ്റ് ക്രാഷ് പ്രോഗ്രാം. ഇത് റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ്. ജനുവരി 2 തുടങ്ങുന്ന നമ്മുടെ ഈ ഒരു ബാച്ചിൽ നോക്കൂ, 79 ദിവസം കൊണ്ട്, അതിനകത്ത് ഒരുപാട് ഇൻ ബിറ്റ്വീൻ ചില ലീവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ 79 ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ 150ലധികം യൂണിറ്റ് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്ററിനും 2 ടെസ്റ്റ് വെച്ച്, പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിനെയും 150ലടക്കം യൂണിറ്റ് ടെസ്റ്റുകളും, അതിനിടയിൽ തന്നെ 10ലധികം വീക്ക്ലി ടെസ്റ്റുകളും 10ലധികം മെഗാ ടെസ്റ്റുകളും അടങ്ങുന്ന ചാപ്റ്ററുകൾ പലതവണ നിങ്ങളുടെ റിവിഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്, യോധ 700+ ബാച്ച് എന്ന് പറയുന്നത്. ഒരു റിപ്പീറ്റർ എന്ന നിലയിൽ നിങ്ങൾ എത്ര താഴെ ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്കിൻ്റെ പരമാവധി ലെവലിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കഴിയും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു എൻവയോൺമെൻ്റ് ആണ്, ഒരു സ്റ്റഡി എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാക്കൾട്ടികളുടെ, എജുപോർട്ടിലെ ഏറ്റവും പ്രീമിയം ഫാക്കൾട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകളും, അതുപോലെ നമ്മുടെ മെറ്റീരിയൽസും, എവറിതിങ് നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ മെറ്റീരിയൽസ് അടക്കമുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ബാച്ചിൽ ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നോക്കൂ, ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങളുടെ പഠനം നടക്കുക. നാളെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ആ ചാപ്റ്റർ ഇന്ന് രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കണം. രാവിലെ 5:30 മണിക്ക് നിങ്ങളെ വീണ്ടും 5 മണിക്ക് നിങ്ങൾ വീണ്ടും ഉണരണം. 6 മണിക്കൂർ നിങ്ങളെ സ്ലീപ്പ് ഉണ്ട്. 5 മണിക്ക് നിങ്ങൾ വീണ്ടും ഉണർന്നാൽ 5:30 മുതൽ 6:30 വരെ വീണ്ടും ഇതേ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു സെൽഫ് സ്റ്റഡി, അത്യാവശ്യം പഠിച്ച കുട്ടികളാണല്ലോ നിങ്ങൾ, ചെറിയ രീതിയിലെങ്കിലും ആ ഒരു സെൽഫ് സ്റ്റഡി ആ ചാപ്റ്ററിൽ നടത്തുന്നു. അതിനുശേഷം രാവിലെ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടക്കുകയാണ്, ഒരു യൂണിറ്റ് ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്തോരം കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെ മിസ്സിങ് ആയി പോയിട്ടുണ്ട്, നിങ്ങളുടെ പഠനത്തിൽ എന്തൊക്കെ അപാകതയുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ രീതിയിൽ. ആ ഒരു കാര്യം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സാണ്. ഒരു 8:30 മുതൽ 12 മണി വരെയുള്ള സമയത്ത്, ഇത് 3.5 മണിക്കൂർ ഉണ്ടെങ്കിലും സാധാരണ നമ്മുടെ പല ചാപ്റ്റേഴ്സും 2.5-3 മണിക്കൂർ കൊണ്ട് തന്നെ തീരുന്ന രീതിയിൽ നമ്മുടെ എജുപോർട്ടിലെ ഏറ്റവും പ്രീമിയം ഫാക്കൾട്ടീസിൻ്റെ റിവിഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രം. ഓക്കെ, അതായത് ഓരോ ചാപ്റ്ററിനും പ്രത്യേക രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാറ്. ബയോളജിയിൽ നമ്മൾ ഓൾ ടുഗദർ കാര്യങ്ങൾ അറിയണമെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെയല്ല, ദർ ആർ സം ഐഡിയാസ് ഓക്കെ ഇൻ ഈ ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് വരുന്ന പാറ്റേണിലുള്ള ഒരു റിവിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതും നമ്മുടെ ഏറ്റവും എക്സ്പേർട്ട് പ്രീമിയം ഫാക്കൾട്ടീസ് മാത്രമായിരിക്കും ക്ലാസ്സസ് എടുക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ, നൗ അതിനുശേഷം നോക്കൂ, 12 മണിക്ക് ഈ ക്ലാസ് കഴിഞ്ഞത് മുതൽ നൈറ്റ് 7:30 വരെ 7.5 മണിക്കൂർ വീണ്ടും നിങ്ങൾ ഇതേ ചാപ്റ്റർ പഠിക്കുകയാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദെൻ അതായത് അതിനകത്ത് മോർണിംഗ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അടക്കം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം 7:30 മണി മുതൽ 8:30 വരെ വീണ്ടും നിങ്ങൾക്കൊരു പോസ്റ്റ് ടെസ്റ്റ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു ഹൈ ലെവലിലുള്ള ടെസ്റ്റ് നടക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പൂർണ്ണമായി പഠിച്ച് അതിൻ്റെ ഇൻഡെപ്തിൽ പഠിച്ച് തീർന്നിട്ടുണ്ടാകും. ദെൻ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ളത് വീണ്ടും രാത്രി 9 മണി മുതൽ അടുത്ത ദിവസത്തേക്കുള്ളത് നിങ്ങൾക്ക് വീണ്ടും പഠിച്ചു തുടങ്ങാം. ഈ
ഈ രീതിയിൽ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ, ഇപ്പോൾ വളരെ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നമ്മളത് 2 ചാപ്റ്ററൊക്കെ വളരെ റയർലി വന്നേക്കാം. അല്ലാത്ത പക്ഷം ഒരു ചാപ്റ്റർ വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ഇതിനിടയിൽ നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ട് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു കൃത്യമായ സമയവും കിട്ടും. ഇങ്ങനെ ജനുവരി 2 തുടങ്ങുന്ന ഈ ഒരു ബാച്ച് മാർച്ച് 22 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളൊരു ഹൈ ലെവലിലേക്ക് എത്തിച്ചു തരും. അതിനുശേഷം 1.5 മാസത്തോളം കാലഘട്ടം നിങ്ങൾക്ക് വീണ്ടും സെൽഫായിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ വീണ്ടും മോക്ക് ടെസ്റ്റുകൾ, മെഗാ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളുമായിട്ട് വീണ്ടും ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നീറ്റിന് പൂർണ്ണമായി നിങ്ങൾ ഏത് ലോ ലെവലിലാണെങ്കിലും കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയ ഒരു കുട്ടിയായിട്ട് ഈ ഒരു ഫൈനൽ ലാപ്പിനെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഓരോ ദിവസവും നമ്മൾ കൃത്യമായി സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ജനുവരി 2 തുടങ്ങുന്ന ജനുവരി 2 മുതൽ നമുക്കിവിടെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് ദേണ്ടേ മാർച്ച് 22 അവസാനിക്കുന്ന രീതിയിൽ 22/3/2025 സാറ്റർഡേയിൽ നോക്കൂ നിങ്ങൾക്ക് എക്സാം വരികയാണ്. വീണ്ടും വീക്ക്ലി ടെസ്റ്റ് വരികയാണ്. ആ ഒരു വീക്ക്ലി ടെസ്റ്റോട് കൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീഷനിലേക്ക് എത്തുകയും പിന്നീട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് മെഗാ ടെസ്റ്റുകളുടെ ഒരു കൃത്യമായ പാറ്റേണിലുള്ള ടെസ്റ്റ് സീരീസാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് മാത്രമാണുള്ളത്. ഞാൻ ബെസ്റ്റാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, ഐ എം നോട്ട് ദാറ്റ് ബെസ്റ്റ്, ഫൈൻ. ഓക്കെ, ബാക്കി നമ്മുടെ സുധീഷ് സാറ്, അതുപോലെ തന്നെ ആസാദ് സാറ്, ഷഹീർ സാറൊക്കെ അത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള, ഐ എം ഓൾസോ ബെസ്റ്റ്. ഓക്കെ, അത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ബയോളജിയിൽ. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിഷാദ് സാറിൻ്റെ ഒക്കെ ക്ലാസ് കണ്ട കുട്ടികൾ, നിങ്ങൾ ജെയിലൊക്കെ ഉള്ള കുട്ടികളോട് ചോദിച്ചാൽ മതി ഹൗ ദേ ഫീൽ അബൌട്ട് റിഷാദ് സാർ. ഓക്കെ, കൂടെ തന്നെ മുഹമ്മദ് സാർ എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി ഇൻ കേരള തന്നെയാണ് സാറ്. അതുപോലെ ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സച്ചിൻ സാറുണ്ട്. അതുപോലെ ഷബീർ സാറിൻ്റെ ഒക്കെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അമേസിങ് ക്ലാസ്സസ് ആണ്. സച്ചിൻ സാറിൻ്റെ പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് യൂട്യൂബിലും മറ്റും സാറിൻ്റെ ക്ലാസ്സുകൾ, വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എജുപോർട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റികൾ മാത്രമായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എൻവയോൺമെൻറ്റിനെ കുറിച്ച്. നമ്മളൊരു നല്ല എൻവയോൺമെൻറ്റിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ ഫോക്കസും ഒക്കെ നല്ല രീതിയിൽ മാറും. നമുക്ക് വളരെ ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ അടുത്ത ദിവസം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു ഉദാഹരണം അത് തന്നെയാണ്. നമ്മൾ ഒരു ലോക്കൽ ഹോട്ടലിൽ പോയിട്ട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ പെരുമാറുക. 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ സെറ്റപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാന്യന്മാരായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ പോലും അറിയാതെ അല്ലേ. നമ്മൾ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളായാലും നമ്മളൊരു ശ്രൈനിനകത്തേക്കോ നമ്മളൊരു പള്ളിക്കകത്തേക്കോ നമ്മളൊരു അമ്പലത്തിനകത്തേക്കോ ഒക്കെ കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ചുകൂടെ ഒരു മെല്ലെ സംസാരിക്കുന്ന, കുറച്ചുകൂടെ നല്ല മനുഷ്യരായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ പോലും അറിയാതെ. അതായത് എൻവയോൺമെൻറ്റിന് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു ബാച്ച് കൊണ്ട് നമ്മൾ ഏറ്റവും അധികമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗൈസ്, പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇതിനകത്ത് ജോയിൻ ചെയ്താൽ മതി. ഇതിനകത്തൊരു മാജിക്കും ഇല്ല. നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ഡയറക്ഷൻ, നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ തരും. പക്ഷേ നിങ്ങളുടെ സൈഡ് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിസൾട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ യോദ്ധ 700+ ബാച്ചിൽ നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലൈനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് GST അടക്കം 6,999 ആണ്, 6,999 രൂപയാണ് നമുക്ക് വരുന്നത്. ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റും സിസ്റ്റവും തന്നെയാണ്. അവിടെ അതിൻ്റെതായ അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. ആൻഡ് പ്രൈസ് കുറച്ചുകൂടെ ഹയർ പ്രൈസ് തന്നെയാണ് ഓൺലൈനിൽ വരുന്നത്. നമുക്ക് ഏകദേശം 30,000 രൂപയും പ്ലസ് GSTയുമാണ് നമുക്ക് ഓഫ്ലൈനിൽ നിങ്ങൾ യോദ്ധ 700+ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ വരുന്നത്. സോ ഓഫ്ലൈൻ അഫോർഡബിൾ അല്ലെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗോ വിത്ത് ഓൺലൈൻ ഓൾസോ. ഓക്കെ, ഓൺലൈനിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് തന്നെയാണ് കിട്ടുന്നത്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, എക്സാമുകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായി തന്നെ വേറെ ഉണ്ടാവും. സോ യു ഗെറ്റ് എവറിത്തിങ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനും ആയിട്ട് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഗൈസ്, ഇനി ക്ലാസ്സസ് വേണ്ട, ക്ലാസ്സസോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻ്ററാക്ഷനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്സാമുകളും എക്സാമിൻ്റെ എക്സ്പ്ലനേഷൻ, ആൻസർ എക്സ്പ്ലനേഷൻസും ഒക്കെ മാത്രമാണ് വേണ്ടതെങ്കിൽ നമ്മൾ യോദ്ധ NTS ബാച്ച് എന്ന് പറയുന്ന ഒരു നീറ്റ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു ബാച്ച് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നത് 1,999 1999 രൂപ ഇൻക്ലൂഡിങ് GST അടക്കമുള്ള ഒരു പ്രൈസ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ആ ഒരു ഡയറക്ഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. നിങ്ങൾ ഓരോ ദിവസം എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തരും. യു ജസ്റ്റ് സ്റ്റഡി ദാറ്റ് ആൻഡ് ദെൻ യു റൈറ്റ് എക്സാംസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും അതിനകത്ത് കിട്ടുക. അപ്പോൾ
അത്യാവശ്യം ഒരു ലെവലുള്ള കുട്ടിയാണ് നിങ്ങൾ NTSലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഒട്ടും അറിയാത്ത, ഞാൻ പറഞ്ഞതാണ്, നീറ്റിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ഈ ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ബാച്ച്. ആൻഡ് വി ആർ നോട്ട് പ്രൊമോട്ടിങ് എവ്രി വൺ ടു ജോയിൻ ഹിയർ കേട്ടോ. എല്ലാവരെയും വലിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക, ബാച്ചിലേക്ക് ആളുടെ എണ്ണം കൂട്ടുക. നോ, ദാറ്റ്സ് നോട്ട് അവർ എയിം. ദിസ് ഈസ് ഓൺലി ഫോർ ദോസ് ഹു ആർ ഇൻ നീഡ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നീഡ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഗൈസ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ ഗൈസ്, എല്ലാവർക്കും തന്നെ ഈ വർഷത്തെ നീറ്റിൽ മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.